ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നേവൽ ഓയിലിംഗ്, അതായത് നമ്മുടെ പൊക്കുള്ള ഓയിലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ചർച്ചയാവുന്ന ഒരു സംഭവമാണ് ഓയിലിങ്ങിനെ കുറിച്ച്, നേവൽ ഓയിലിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കുറേ മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അങ്ങനെ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം എഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു ട്രെൻഡിങ് എന്നല്ല, അങ്ങനെ പൊതുവേ ഒരു ഇതായിട്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നേവൽ ഓയിലിങ്ങിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ പല പ്രശ്നങ്ങൾക്കും അതിന് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ബ്യൂട്ടി പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ നേവൽ ഓയിലിംഗ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള എണ്ണകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ബ്യൂട്ടി പരമായിട്ട് നമ്മുടെ സ്കിൻ കെയർ അങ്ങനത്തെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ഇഷ്യൂസിനുള്ളൊരു ഹെൽപ്ഫുൾ സംഭവം ഇതിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൂടാ. കാരണം ഇതിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടാവില്ല. നമ്മുടെ സ്കിൻ കെയറിലാണെങ്കിൽ ഹെയർ ഫാള്, അതുപോലെ തന്നെ മുഖത്ത് വരുന്ന കുരു, അങ്ങനത്തെ കുറേ കാര്യത്തിന് ഇതിലുള്ള നേവൽ ഓയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് നേവൽ ഓയിലിംഗ് ഈ ആയുർവേദത്തിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് എങ്ങനെയാണെന്നുള്ളത് മേ ബി ആയുർവേദത്തിൻ്റെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അറിയുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്കിൻ കെയർ രീതിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ബ്യൂട്ടി പരമായിട്ടുള്ള കുറേ എന്താ പറയുക സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഏതൊക്കെ ഓയിൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഇഷ്യൂസിന് ഏതൊക്കെ ഓയിൽസ് യൂസ് ചെയ്യണം, പിന്നെ എപ്പോഴാണ് ഈ ഓയിൽ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്രത്തോളം യൂസ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാനായിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റിലുണ്ടെങ്കിൽ നമ്മുടെ ഗേൾസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് അങ്ങനെ പീരീഡ്സ് പെയിന് ക്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ പീരീഡ്സിൻ്റെ ടൈം ആവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവണക്കണ്ണ, അതായത് നമ്മുടെ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേവൽ ഓയിലിങ്ങിൽ, നേവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കിളിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ക്രാംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഡേ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന നമുക്ക് ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന പെയിൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് വേണം, നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആൽമണ്ട് ഓയിൽ നമ്മുടെ പൊക്കിളിൽ അഥവാ നേവലിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആൻഡ് ഷൈനിങ് ആയിട്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡേ ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ നല്ല ഹെയർ ഗ്രോത്ത്, നന്നായിട്ട് മുടി വളരണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള വരണ്ട് പൊട്ടിയിട്ടുള്ള ചുണ്ടുകളൊക്കെ ഉണ്ടാവില്ലേ, ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്, അതൊക്കെ മാറിയിട്ട് ലിപ്സ് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ആ ഡ്രൈനെസ് ഒക്കെ പോയിട്ട് നല്ല അടിപൊളി ലിപ്സ് ആവാൻ വേണ്ടിയിട്ട്, ചുണ്ടുകളാവാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അവർ പറയുന്നത് എന്താ, നിങ്ങൾ മസ്റ്റാർഡ് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മസ്റ്റാർഡ് ഓയിലിൻ്റെ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കടുകണ്ട യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേവലിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനും അതുപോലെ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ കുരുക്കൾ, അതായത് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഫേസിൽ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലെമൺ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നേവലിൽ ലെമൺ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പതിയെ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് റിസൾട്ട് കിട്ടുക. ഒരു ദിവസം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട്, നല്ല ഹെയർ ഫാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അംല ഓയിലും കോക്കനട്ട് ഓയിലും ഇത് രണ്ടും കൂടി 50-50 എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫാൾ കുറയുന്നതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ ലിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീ ഓൾസോ, നെയ്യ് ഉണ്ടല്ലോ, നെയ്യും എന്ത് ചെയ്യാം നിങ്ങളുടെ നേവലിൽ അപ്ലൈ ചെയ്യാന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുറേ നേരം ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനൊക്കെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ഐസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം. അതുപോലെ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു മാതിരി എന്താ പറയുക ക്ഷീണമൊക്കെ പോലെ കണ്ണിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ അതായത് നമ്മുടെ ബ്യൂട്ടി എന്നുള്ള രീതിക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ എണ്ണകളുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ തന്നെ നമ്മുടെ ഡൈജഷന്, പിന്നെ ജോയിൻറ്റ് പെയിന്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേറെ ഒരുപാട് എണ്ണകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ചില എണ്ണകൾക്ക്
അങ്ങനത്തെ ഗുണങ്ങൾ കൂടിയുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ ഞാനൊരു ബ്യൂട്ടി സ്കിൻ കെയർ എന്നുള്ള രീതിക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഫുള്ള് ഞാൻ ആ ഒരു എന്താ പറയുക കാറ്റഗറീസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, എത്ര അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ നേവൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിക്ക് അപ്ലൈ ചെയ്യുക. അതിനൊരു 4 to 5 ഡ്രോപ്സ് ഒക്കെ തന്നെ ധാരാളമായിരിക്കും. അത്ര തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതിൽ കൂടുതലായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് നോർമലായിട്ട് അത് ഉണങ്ങുമല്ലോ. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുടച്ച് കളയാവുന്നതാണ്. ഇനി അല്ല, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിലായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ നല്ല ബെനിഫിറ്റ്സ് ആണ്. ഹെൽപ്ഫുൾ അല്ല, ബെനിഫിറ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ നേവൽ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നേവൽ ഏരിയ, അതായത് പൊക്കിളിന്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള പൊക്കിളിലോട്ട് മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓയിൽ ഇടാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ വെറും വയറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ ഫുഡൊന്നും ഇല്ലാതെ നമ്മുടെ വെറും വയറായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗ് എണീറ്റിട്ട് അപ്ലൈ ചെയ്യാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കഴുകി കളയാം. ഇപ്പം നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, മുഖക്കുരു, ഹെയർ ഫാള്, നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടണം, അതുപോലെ നിങ്ങളുടെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ മുഖത്തെ പാടുകൾക്ക്, അതിനൊക്കെ ഡിഫറെൻറ്റ് ഓയിൽസ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് പറയട്ടോ. അതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ പറയണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.